പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സകൾ ഉള്ളത്? പ്രധാനമായിട്ടും നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺഫേം ആയി കഴിഞ്ഞാൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഒരു പെറ്റ് സ്കാൻ അല്ലെങ്കിൽ ബോൺ സ്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാനിലൂടെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്യാൻസർ ആണെങ്കിൽ പ്രധാനമായിട്ടും 2 ചികിത്സാ രീതികളാണ് നമുക്ക് ഇപ്പം നിലവിലുള്ളത്. അതായത് ഒന്ന് സർജറി, രണ്ടാമത്തേത് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയും. ഈ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഈക്വലി എഫക്റ്റീവാണ്. രണ്ടും ഫലപ്രദമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ക്യാൻസർ കൺട്രോളിന് വേണ്ടിയുള്ള ചികിത്സ. അപ്പം ഇതിൽ 2ഉം രോഗികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 2നും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്, അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സും കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഇപ്പോൾ സർജറി എടുക്കുകയാണെങ്കിൽ നമുക്കിന്ന് നേരത്തെ ഈ സർജറി ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ ഓപ്പൺ സർജറി എങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിൽ ഇന്ന് ലോകമെമ്പാടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രോസ്റ്റേറ്റക്ടമി ചെയ്യുന്നത് റോബോട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നതോടുകൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി ഒത്തിരി എളുപ്പമായിട്ടുണ്ട്. അത് കുറേ കൂടെ പ്രിസൈസ് ആയിട്ടും കുറേ കൂടെ ലെസ് കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി ചെയ്ത് കഴിയുമ്പോൾ രോഗികൾക്ക് മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അതായത് അനിയന്ത്രിതമായ മൂത്രം പോക്ക്, അതുപോലെ തന്നെ ഉദാഹരണശേഷിക്കുറവ്, ഇതൊക്കെ പ്രോസ്റ്റേറ്റക്ടമി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സർജറിക്ക് ശേഷം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനുകളാണ്. ഇത് ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പിക് സർജറിയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. എന്നാൽ റോബോട്ടിക് സർജറി വന്നതോടുകൂടി ഇതിൻ്റെ ഇൻസിഡൻസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും അത് പ്രിസിഷൻ സർജറി വന്നതോടുകൂടിയാണ്. ഇനി സർജറി അല്ലാതെ നമുക്ക് റേഡിയേഷൻ തെറാപ്പി കൂടി നമുക്ക് ഈ ലോക്കലൈസ്ഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രായമില്ലാത്ത രോഗികൾ, സർജറിക്ക് വലിയ റിസ്ക് ഇല്ലാത്ത രോഗികൾ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് തന്നെ വളരെ ലോ റിസ്ക് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉള്ള രോഗികൾക്ക് കൂടുതലും നമ്മൾ സർജറിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനിയും സർജറിക്ക് റിസ്ക് ഉള്ള രോഗികൾ, കുറച്ചുകൂടെ പ്രായമുള്ള രോഗികൾ, ഇപ്പോൾ 70-75 വയസ്സ് കഴിഞ്ഞ രോഗികൾക്ക്, അതുപോലെ തന്നെ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക്, അനസ്തീഷ്യ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക്, അതുപോലെ തന്നെ ഹൈ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസിനൊക്കെ കൂടുതലും നമ്മൾ റേഡിയേഷൻ തെറാപ്പിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് മെയിൻലി നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ അതിൻ്റെ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് എടുക്കുക, 3 മാസം കൂടിയിരിക്കുന്ന ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ 2 വൃഷ്ണം റിമൂവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റാണ്. ഹോർമോണൽ ട്രീറ്മെൻറ്റ് നമുക്ക് ഒരു 1.5-2 വർഷം കഴിയുമ്പോൾ അത് ഫലിക്കാതെ വരും. അത് വീണ്ടും നമുക്ക് PSA കൂടുകയും അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരും. കീമോതെറാപ്പി, അതുപോലെ റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ. അപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്, ഒന്ന്. രണ്ടാമത്തെ, ഇത് നേരത്തെ കണ്ടുപിടിക്കാവുന്ന ഒരു ക്യാൻസറാണ്. ഒരു സിമ്പിളായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഏകദേശം 95% ക്യൂർ റേറ്റ് നമുക്ക് നൽകാവുന്ന ഒരു ക്യാൻസറാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പം പുതിയ ചികിത്സാ രീതികൾ വന്നതോടുകൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സകൾ ഒത്തിരി എളുപ്പമായിട്ടുണ്ട്. അപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് 50 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ പുരുഷന്മാരും ഒരു സീറം PSA ടെസ്റ്റ് എല്ലാ വർഷവും ചെയ്യുന്നത് നല്ലതാണ്.
അത് ഫാമിലി ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവരിൽ 40-45 വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ എല്ലാ വർഷവും ഒരു സീറം PSA ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അതോടുകൂടി നമുക്ക് നേരത്തെ അസുഖം കണ്ടുപിടിക്കുകയും അത് നേരത്തെ ചികിത്സിക്കുകയും ചെയ്യാവുന്നതാണ്. നന്ദി.